ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുനാരങ്ങ വെച്ചിട്ട് നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള കിടിലൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോളം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിരപ്പിൽ വരുന്ന രീതിയിൽ ഒഴിച്ചാൽ മതിയാവും. ചെറുനാരങ്ങ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റോളം വലിയ തീയിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി. ഇനി കടുക് ഉലുവയും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഉലുവയും കൂടി ചൂടായി കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും. ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിതൊരു പാത്രത്തിലിട്ടിട്ട് കല്ല് വെച്ചിട്ട് കുത്തിയിട്ടൊന്ന് പൊടിക്കുക ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിയോ ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് പാനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇനി വേണ്ടത് കടുകാണ്. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നൈസായിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞതും 1/2 പൂണ്ട് വെളുത്തുള്ളി ഇതുപോലെ പകുതിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ എരിവുള്ള മുളകും പിരിയമുളകും കൂടി മിക്സാക്കി പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണിത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചെറിയ തീയിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇനി പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അച്ചാറായതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ തന്നെ വെച്ചിരുന്നാൽ ഏകദേശം ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച ചെറുനാരങ്ങയുടെ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ചെറുനാരങ്ങ തിളച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഉള്ളൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലൊന്ന് പകുതിയാക്കി കൊടുത്തിട്ട് ആ ഒരു പകുതി പീസിനെ തന്നെ 4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറെന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അധികം നമ്മളിതിൽ തൊട്ട് കളിക്കണ്ട. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് കത്രികനെ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാരങ്ങയൊക്കെ ഇതേപോലെ തന്നെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിന് അല്പം മധുരം കൊടുക്കാൻ ഞാനൊരു ആണി ശർക്കര എടുക്കുന്നുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ 1/4 കപ്പ് വെള്ളത്തിലാണ് ഇത് ഉരുക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് അരിച്ച് വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ മസാലക്കൂട്ടിലേക്ക് ഇനി മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ മുറിക്കുമ്പോൾ നമ്മളിപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പുറത്തേക്കാണ് പോവാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ബൗളിലിട്ടിട്ട് ബൗളിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആ നാരങ്ങയുടെ കുരുവും ഞാൻ അധികം കളഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ, ശർക്കര, ഉപ്പ്, മുളക് പൊടി ഇതൊക്കെ ചേർന്ന് നല്ല ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു അച്ചാറിന്.
അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അച്ചാറിന് ഇനിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു അച്ചാർ തണിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് കുറിയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ടേസ്റ്റ് നോക്കിയാൽ കിടിലൻ ടേസ്റ്റാണ്. എന്നാലും ചെറുനാരങ്ങയിലെ എരിവും പുളിയൊക്കെ പിടിച്ച് വരണമെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും എടുക്കും. അതുവരെ നമുക്കിതൊരു നല്ല അടച്ചുറപ്പുള്ളൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വൃത്തിയായി കഴുകി ഉള്ളൊക്കെ തുടച്ചെടുത്തിട്ടുള്ള കുപ്പിയാണ്. ഒട്ടും വെള്ളമൊന്നുമില്ല. നമുക്ക് അച്ചാർ കുപ്പിയിലിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ അച്ചാറിൻ്റെ ടേസ്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ അച്ചാർ തീർന്നു പോകും. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.